ഇൻഡിപെൻഡൻസ് ഡേയുടെ അന്ന് തന്നെ ഫ്രണ്ട്സിന്റെ കൂട്ടത്തിൽ പോയി കണ്ടതാ. ബട്ട് എല്ലാം നോട്ടും എഴുതാനുള്ള പണി ഒരുമിച്ച് കിട്ടിയത് കൊണ്ട് റിവ്യൂ ഇടാൻ പറ്റിയില്ല. പിന്നെ ലേറ്റ് ആയിട്ടാണെങ്കിലും ഇട്ടേക്കാന്ന് വെച്ചു. പിന്നെ ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. നെഗറ്റീവ് പറയുവാണെങ്കിൽ സോറി എന്ന് പറഞ്ഞാലും ചില രജനി ഫാൻസ് നെഗറ്റീവ് കമന്റ് അടിച്ച് കൊല്ലുമായിരിക്കും. ബട്ട് അങ്ങനെ ചെയ്യുവാണെങ്കിൽ ചെയ്തോ, അതെന്റെ പക്ഷെ കമന്റ് ചെയ്യാൻ നേരത്ത് ചിരിക്കാനുള്ള വകയെങ്കിലും കാണണം. എന്നാലല്ലേ വീഡിയോ കാണാൻ വരുന്നവര് കമന്റ് ബോക്സ് ഒന്ന് നോക്കാൻ നേരത്ത് എന്തെങ്കിലുമൊക്കെ ചിരിക്കാനുള്ളത് കിട്ടത്തുള്ളൂ. ബട്ട് എനിക്ക് അഫക്റ്റ് ആകുന്ന രീതിയിൽ ഭയങ്കര ഓവറായാൽ ചിലപ്പോൾ ഞാൻ റിയാക്ട് ചെയ്യും. അതാരാണെങ്കിലും ചെയ്യും, അത് വേറെ കാര്യം. അപ്പോൾ നിങ്ങളുടെ എന്റെയും ടൈം വേസ്റ്റ് ചെയ്യാതെ ബീസിന്റെ മണ്ടയ്ക്ക് നെൽസന് ഓവർ കോൺഫിഡൻസ് ആയതുകൊണ്ട് KGF കൂട്ടത്തിൽ ക്ലാഷ് ചെയ്ത് கொஞ்சம் இதோட நிறுத்திக்கலாம்ல. ரொம்ப தூரம் போயிட்டேன். ஃபுல்லா முடிச்சிட்டு தான் திரும்பி வர முடியும். അങ്ങനെയാണ് ഇതിൽ ബീസിൽ ചെയ്യാൻ നോക്കിയ മിസ്റ്റേക്കുകളൊന്നും പിന്നെ ആവർത്തിച്ചിട്ടില്ല. അത് തിരുത്താനേ നോക്കിയുള്ളൂ ഇതില്. ഈ സിനിമയുടെ സ്റ്റോറിയൊക്കെ നമ്മൾ കണ്ടുവന്ന സ്റ്റോറിയൊക്കെ തന്നെയാണ്. ഈസി ആയിട്ട് പറയുവാണെങ്കിൽ 1/2 ടീസ്പൂൺ ബീസ്റ്റ്, 1/2 ടീസ്പൂൺ டாக்டர், தேவையான அளவு விக்ரம் கன் ஃபைட் எஃபர்ட்ல வேணும்ல, அதுக்கோசரம் இது அப்படி உருட்டு, இப்படி உருட்டு, மூணையும் சேர்த்து உருட்டு, மேலையும் உருட்டு, கீழையும் உருட்டு. இதோ நமக்கு தேவையான ஜெயிலர் சுட 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 കൈപ്പക്വത്തിൽ നെൽസൺ കൈവന്നം. ബട്ട് എന്നാലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള 2-3 ഫസ്റ്റ് ഹാഫ് ഭയങ്കര ലാഗാണ്. ബട്ട് സെക്കൻഡ് ഹാഫിൽ ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. ഫസ്റ്റ് ഹാഫിന്റെ കാട്ടിൽ കുറവാ. പിന്നെ ഇതിന്റെ ഇന്റർവെൽ ബ്ലോക്ക് ഔട്ടാണ് എൻഗേജിങ് ആക്കിയത്. അതിനു മുമ്പ് ഭയങ്കര സ്ലോയിലാണ് സെറ്റപ്പ് ചെയ്തത്. പിന്നെ യോഗി ബാബു വന്നതിന് ശേഷമുള്ള കോമഡിയാണ് കുറച്ചും കൂടെ വർക്കായത്. പിന്നെ എനിക്ക് മോഹൻലാലിന്റെ ക്യാമറ എനിക്ക് രണ്ടാമത്തെയാണ് ബെറ്റർ ആയിട്ട് തോന്നിയത്. പിന്നെ വില്ലനെ പറ്റി പ്രത്യേകിച്ച് ചോദിക്കണ്ടല്ലോ, അത് എന്ന് മാത്രം ചോദിച്ചാൽ മതി. പിന്നെ റിലിക്സ് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നല്ലോ, പക്ഷെ സിനിമയ്ക്ക് അത് നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ടെന്ന് വേണം പറയാം. പിന്നെ പടത്തിന് 2 നെഗറ്റീവ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ഭയങ്കര ലാഗാ. പിന്നെ ഒന്ന് പിടിച്ചു നിർത്തിയത് എല്ലാവരെയും ഒന്ന് വേറെ ലെവലിൽ കാണിക്കാൻ നോക്കിയത് കൊണ്ടാണ് ഒന്ന് പിടിച്ചു നിർത്തിയെന്ന് വേണം പറയാം. പിന്നെ രണ്ടാമത്തെ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ പാസ്റ്റ് കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഇമ്പാക്റ്റിന് സ്റ്റോറിക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. അത് അൺവാണ്ടഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എൻ്റെ അഭിപ്രായത്തിൽ എബോവ് ആവറേജ് മൂവിയാണ്. അതുകൊണ്ട് 10ൽ 7.5 റേറ്റിംഗ് കൊടുക്കാം. ബട്ട് എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ആരും OTTക്ക് വേണ്ടി വെയിറ്റ് ചെയ്യല്ലേ. OTT വരുന്ന ടൈമിൽ നിങ്ങൾക്കാർക്കും ഇഷ്ടപ്പെടത്തില്ല. ബട്ട് തിയേറ്റർ എക്സ്പീരിയൻസിന് കുഴപ്പമില്ല, എൻ്റെ ഒരു അഭിപ്രായം പറയുവാണെങ്കിൽ. പിന്നെ ഇതെല്ലാം കേട്ടിട്ട് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം കാണണോ വേണ്ടയോ എന്ന്. ആഫ്റ്റർ ഓൾ യുവർ ഡിസിഷൻ. പിന്നെ തിയേറ്ററിൽ പോയി കാണാൻ വല്ലതും പ്ലാൻ ഉണ്ടെങ്കിൽ എക്സ്പെക്റ്റേഷൻ വെച്ചുകൊണ്ട് മാത്രം പോലെ വെച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അത് സാറ്റിസ്ഫൈ ആവുന്ന രീതിയിൽ നിങ്ങൾക്ക് പടം തരത്തില്ല. അതുകൊണ്ട് എക്സ്പെക്റ്റേഷൻ വെച്ചുകൊണ്ട് മാത്രം പോലെ. ഇനി ഞാൻ ഇവിടെ നിൽക്കണേ അത്ര പന്തിയല്ല, അതായത് അങ്ങനെയാണ്.